മൈക്കിളെ, എന്റെ മുഖത്ത് നോക്കി ആരും പറയാൻ ധൈര്യപ്പെടാത്ത വാക്കുകളാണ് നീ പറഞ്ഞത്. ഇനി ആന്റണിയുടെ മുഖത്ത് നോക്കി അത് പറയാൻ നീ ഉണ്ടാവരുത്. പണിക്കരെ, ഇതാര്? എനിക്ക് മുതലാളി ഒന്ന് കാണാമായിരുന്നല്ലോ. മുതലാളി തിരക്കിലാണല്ലോ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. ബുദ്ധിമുട്ടാണ്. പണിക്കരൊന്ന് പറഞ്ഞിട്ട്. വാ നോക്കട്ടെ. ഇത് ഇന്ന് തന്നെ അയച്ചേക്കണം. ശരി സർ. എന്താ ശിവ? മുതലാളി, മൈക്കിൾ എവിടെയാ ഉള്ളത്? എനിക്കറിയില്ലല്ലോ. മുതലാളി ഇങ്ങനെ പറയരുത്. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ എവിടെയാണെന്ന് മുതലാളിക്ക് അറിയാം. എനിക്ക് അവനെ തിരിച്ചു തരണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കഴിയുന്ന ഒരു പാവം ചെക്കനവൻ. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലാളി അവനോട് ക്ഷമിക്കണം. അതവിടെ നിൽക്കട്ടെ. മുമ്പൊരിക്കൽ അവന്റെ അപ്പനെ കൊന്നു എന്നും പറഞ്ഞ് നീ എന്റെ മുഖത്ത് കാറി തുപ്പിയതും എന്റെ നെഞ്ചിൽ ചവിട്ടിയതും ഓർക്കുന്നുണ്ടോ? അന്നത്തെ ആവേശത്തിന് ആരോടാ നീ അത് ചെയ്തതെന്ന് ഓർത്തില്ല. അന്ന് ഈ നാട്ടുകാർ കാണുകെ നീ എന്നെ അപമാനിച്ചതിന് എന്ത് ചെയ്താലും പകരമാവില്ല. എന്നാൽ ഒരു സന്തോഷത്തിന് ഞാൻ പറയുന്നത്, ഈ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് നീ ചെയ്യണം. മുതലാളി പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എല്ലാറ്റിനും വരുന്ന എന്റെ മൈക്കിള. എനിക്ക് അവനെ കിട്ടിയാൽ മതി. അതെ, എല്ലാവരും കേൾക്കണം. പണ്ട് ഇവൻ അറിയാതെ മുതലാളിയുടെ നേരെ കൈബന്ധിച്ചതിന് ഇപ്പൊ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുക. മാപ്പ് ചെയ്തതിനൊക്കെ മാപ്പ്. ഇനി പറയും, അവനവിടെ ഉണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും. പിന്നൊരു കാര്യം, ചത്തിട്ടുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് വീണ്ടും വന്ന ശിവ, അങ്ങനെയൊന്നും ഞാൻ മരിക്കില്ലടാ. ശിവ, അന്ന് നിനക്കൊന്ന് ഉറക്കെ വിളിക്കാൻ വരുന്നില്ലടാ. അവരുപദ്രവിച്ചപ്പോ എനിക്ക് വേദനിച്ചില്ല. മനസ്സ് നിറയെ അവളായിരുന്നു. ആര്? ഹെലൻ. അവളെ എനിക്കിഷ്ടാ. അവൾക്കെന്നെ. അതിന്റെ പേരില ഇങ്ങനെയൊക്കെ. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യ, ഞാൻ അത്രയ്ക്ക് അവളെ ആഗ്രഹിച്ചു പോയി. ശിവ, എന്റെ ചങ്ങാതിയല്ലേ നീ? ജീവനെ പോലെ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്താ മൈക്കിൾ ഇങ്ങനൊക്കെ? നിനക്ക് എന്നെ അറിയില്ലേ? എങ്കിൽ എനിക്ക് അവളെ വേണം. ഹെലനെ. ആന്റണിയുടെ മുമ്പിൽ നിന്ന് അവളെ നീ പിടിച്ചിറക്കിക്കൊണ്ട് വരണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? നിനക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ടുവരും. ആന്റണിയെ കൊന്നിട്ടാണെങ്കിലും. ഇതിന്റെ ചങ്ങാതിയുടെ വാക്കാം. ഇറങ്ങി പോടാ പന്ന റാസ്കൽ. ഇല്ലടോ, പോകുന്നെങ്കിൽ ഞാൻ ഹെലനെ കൊണ്ട് പോവൂ. എന്റെ വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാണിച്ച ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഒരു പുല്ലും ചെയ്തിടോ. ഹെലൻ, മരണക്കിടക്കെ കിടന്ന് മൈക്കിൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ കാണണമെന്ന്. നിന്നെ ആഗ്രഹിച്ചതിന്റെ പേരില് ഇയാൾ ചെയ്ത ക്രൂരതകൾ ഏറ്റുവാങ്ങിയ അവന്റെ കിടപ്പൊന്ന് കാണണം. നീ ഉള്ള കഞ്ഞിയുടെ പങ്ക് തന്നിട്ടാണെങ്കിലും അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. നിനക്ക് അതിലൊരു ജീവിതം തരും. മരിക്കോ ജീവിക്കോ എന്ന് ഉറപ്പില്ലാത്തവൻ എവിടുന്ന് എടുത്തിട്ടാണ് ആ ജീവിതം കൊടുക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് മരിക്കില്ല മൈക്കിള്. ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ. ഹെലൻ, ഞാൻ വീണ്ടും വിളിക്കുക. നീ എന്റെ കൂടെ വാ. ഹെലൻ, അകത്ത് പോ. പൊടിയാത്ത്. പപ്പാ, എനിക്ക് പോണം. മൈക്കിളിനെ എനിക്ക് കാണണം. ഞാൻ പോവും.
എന്റെ ചങ്ങാതിക്ക് ഞാൻ കൊടുത്ത വാക്ക ഇവളവന്റെ അടുത്ത് എത്തിക്കാവുന്നു. അതിന് തടസ്സം നിന്നാണ്ടല്ലോ പൊള്ളക്ക് ഓട്ടിയിട് ഞാൻ. സമാന വണ്ടി എടുക്കാൻ ഇവിടെ എപ്പോഴാ റെഡി? മിന്നും മലത്താലിയും കുറിക്കൂട്ടും കുളിർത്താന്തുമാ വിളിക്കുന്നു വെയിൽ പ്രാവുകൾ. മണിപ്പന്തലിൽ കല്യാണ കണിപ്പന്തലിൽ പുലത്തെന്നലെ നീ മെല്ലെ വലം വെച്ചുവാ. വിളക്കിന്റെ തിരിനാളമേ കണിത്തുമ്പ കുടത്തിന്റെ ഇതൾ കുമ്പിലേ മഴച്ചാറൽ ചിലമ്പിന്റെ ചിലും താളമേ മയിൽ പീഡക്കുരുമ്പിന്റെ മണിത്തൂവലേ ആകാശക്കാവിൽ കാണാമാറാട്ടിന്നാനച്ചന്തം നിന്റെ കല്യാണോ കല്യാണ കണിപ്പന്തലേ ഹരിഗമ പുലത്തെന്നലേ നീ മെല്ലെ വലം വെച്ചുവാ. തെളിമിന്നൽ കസവിന്റെ ഉടയാടയും ഉടയാത്ത പനി നീരിൻ കുളിത്തുള്ളിയും മനസ്സിന്റെ മണിമുത്തു കുടചൂടുമീ മധുമാസ കുയിൽ പാടും കച്ചേരിയും മംഗല്യക്കാലം കുഞ്ഞി മാമാങ്കപ്പൂരം പോലെ പൂത്തു നിൽക്കുന്നേ കാലത്തിൽ മിന്നും മലത്താലിയും കുറിക്കൂട്ടും കുളിർത്താന്തുമാ വിളിക്കുന്നു വെയിൽ പാവു
മകൾ മണിപ്പന്തലിൽ കല്യാണ കണിപ്പന്തലിൽ പുലർത്തന്നലിൽ നീ വലം വെച്ചുവാ മതി. എന്തൊരു കുടിയാ ഇത്? പണിക്കരെ, അവന്മാരെന്റെ മോളെ വീടില്ല ഞാൻ ഒരുത്തനെയും. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വേലുബായിയുടെ കയ്യിലാ നമ്മുടെ മോള് ചെന്ന് പെട്ടിരിക്കുന്നത്. അരുതാത്തത് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഒക്കെ ഇത്തരം കാരണക്കാരൻ അവനാ, ആ ശിവൻ. അതിനൊരു വഴിയേ ഉള്ളൂ. മൈക്കിൾ നമ്മുടെ കൂടെ വരണം, മരുമകനായിട്ട്. എന്റെ മകളെ ചതിച്ച് സ്വന്തമാക്കിയവൻ എന്റെ കാൽ കീഴി വരണം. എന്നിട്ട് വേണം എനിക്കവനെ, ആ ശിവയെ. അമ്മച്ചിക്കറിയാലോ, മകൾ ഒരുത്തന്റെ കൂടെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുമ്പോ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ആദി, അതേ സത്യത്തിൽ ഞാനും കാണിച്ചുള്ളൂ. അതെല്ലാം മറന്നാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അവൾക്ക് കർത്താവ് വിധിച്ചത് ഈ ബന്ധമാണെങ്കിൽ ഞാനും അത് അംഗീകരിച്ചല്ലേ പറ്റൂ. മോളെ, കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പപ്പ, ഞാൻ സാരമില്ല, ഒക്കെ പുറത്തു ഈ പപ്പ. അമ്മച്ചി ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരണം. വേണ്ട മോളെ, ഈ വീടും പരിസരവും വിട്ട് ഞാനും എന്റെ മോളും എങ്ങോട്ടും ഇല്ല. എവിടെ ആയാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാ മതി അമ്മച്ചിക്ക്. പോട്ടെ ജൂലി. എന്താ മൈക്കിളെ, സുഖം തന്നെയല്ലേ? ഓ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി വൈകിക്കുന്നില്ല. അമ്മച്ചി ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. എന്താ ശിവ, സുഖമല്ലേ? നിന്റെ ഒരു കൈ വെട്ടി ഞാൻ ആ കാറിലിട്ടിട്ടുണ്ട്. അതുപോലെ നിന്റെ അടുത്ത കൈയും ഞാൻ വെട്ടും. കാല് അങ്ങനെ ഓരോന്നായി വെട്ടി മാറ്റും ഞാൻ. എണ്ണിക്കോ നീ. ആന്റണിയാ പറയുന്നത്, എണ്ണിക്കോ. സബാനെ, സലോമി പേടിക്കാനൊന്നുമില്ല, ബോധം തെളിഞ്ഞു. വിഷം അധികം ഉള്ളിൽ തട്ടിയിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തിനാ അവളത് ചെയ്തത്? കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് നീ ഉറപ്പ് തന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്താ അത് പിന്നെ പറയടാ. അവള് പ്രഗ്നന്റ് ആണ്. ശിവ, സലോമി, ഞാൻ ഈ കേട്ടത് നേരാണോ? എന്റെ പൊന്നു പെങ്ങള് പഴിച്ചു എന്ന് കേട്ടത് നേരാണോ? നേരാണ്. പറയടി, ആരാവൻ? മിണ്ടാൻ പറ്റാണ്ട് പുറംകടലിൽ വള്ളത്തിൽ ചാകാൻ കിടക്കുമ്പോ നിന്റെ അപ്പന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ലല്ലോടി. എന്താ നീ കാണിക്കണേ? നിന്റെ ഇടതും വലതും നിന്ന് പൊന്നുപോലെ നോക്കിയ എന്റെ ചേട്ടന്മാരെ നീ ചതിച്ചൊരുടി മോളെ. മൈക്കിള് പറഞ്ഞ
വെട്ടി തുണ്ടും തുണ്ടോക്കും നിന്നെ അവൻ. പറ, ആരവൻ? വഴക്കിനും വക്കാണത്തിനൊന്നും പോകാനല്ല. ഏതവനായാലും ശരി, അവനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ കല്യാണം മാനമര്യാദയായിട്ട് ഞാൻ നടത്തിത്തരാം. ഞാൻ പറയില്ല. എനിക്ക് അങ്ങനെ ഒരു കല്യാണവും വേണ്ട. സലോമി, നീ എന്തിനുള്ള പുറപ്പാടാത്? സാധാരണ പെൺകുട്ടികളെ പോലെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും, ഉയിലൂടെ കെട്ടിയ വളർത്തും. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. വകതില്ലാത്ത വല്ല ബന്ധമാണെങ്കിൽ രണ്ടിനെയും വെട്ടി തുണ്ടും തുണ്ടാക്കും ഞാൻ. ഓർത്തോ? ഇതാരും ജോസഫ് ഏട്ടനോ? എന്താ ജോസഫ് ഏട്ടാ? ഈ കിളവന്റെ നെഞ്ചിൽ നീ കത്തി കുത്തി ഇറക്കിയല്ലോടാ. എന്താ ജോസഫ് ഏട്ടാ? എന്താ ഈ പറയുന്നേ? ഇന്നീ കാണുന്ന കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വിശ്വസിച്ച് നിന്ന് ഞാൻ എന്റെ വീട്ടിൽ അന്തി ഉറക്കിയിട്ടുണ്ട്. നിനക്കാദ്യമായി തുഴയെടുത്ത് കടലിൽ വിട്ട എന്റെ മകൻ വർഗീസിന്റെ മകളെ നീ പെങ്ങളായി കാണുമെന്ന് ഞാൻ കരുതിയല്ല. അതെ, അവൾ എനിക്ക് പെങ്ങള് തന്നെ. എന്താ പ്രശ്നം? പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കുന്ന നായിന്റെ മോനോടാ നീ. ജോസഫ് ഏട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ച് എന്റെ ജീവിതം തകർക്കരുത്. അവൾ പറഞ്ഞു, സലോമി പറഞ്ഞടാ എല്ലാം. പക്ഷേ ശിവ ഇതറിഞ്ഞിട്ടില്ല. തന്തയും തള്ളയില്ലാത്ത ആ പെണ്ണിനെ കൊന്നിട്ട് നിനക്കതായിക്കൂടായിരുന്നു. വിഷം കഴിച്ച് ചാവാൻ നോക്കി രക്ഷപ്പെട്ട ആശുപത്രി കഴിയുന്ന അവളെ ഞാൻ ഇനി എന്ത് ചെയ്യണം? നീ പറ, എന്ത് ചെയ്യണം? ജോസഫ് ഏട്ടാ, ഞാൻ കാല് പിടിച്ച് പറയുക, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ജോസഫ് ഏട്ടാ. മോളെ, ചതിയനാണിവൻ. നിന്നെ ചതിക്കും. എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് മോളെങ്കിലും രക്ഷപ്പെട്ടോ. നന്ദിയുണ്ടാ, എല്ലാത്തിനും നന്ദിയുണ്ട്. കൂട്ടത്തിലൊരുത്തൻ രക്ഷപ്പെടുന്നു എന്ന് കണ്ട സഹിക്കില്ല ഒരുത്തനും. ഓരോ പേരും പറഞ്ഞ് ഇറങ്ങിക്ക, കാശ് തട്ടാൻ ഓരോ മാർഗങ്ങളെ. നിങ്ങളൊരു ഇമ്പോർട്ടന്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, നിങ്ങൾക്കൊരു പെണ്ണിനെ ഗർഭം ധരിപ്പിക്കാനുള്ള കഴിവില്ലേന്ന്. ഹേലൻ, നീ എന്തൊക്കെയായി പറയുന്നേ? ആ പാവം മനുഷ്യൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പാവം, അയാൾക്ക് ഭ്രാന്താണ്. കുടിച്ച് സ്വഭാവം തെറ്റുമെന്ന് ആ കിഴവൻ പറയുന്നിട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാവത്തിന് പറഞ്ഞു പറ്റിക്കാം, പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. ഞാൻ കേട്ടത് ഒരു ഭ്രാന്തിന്റെ സ്വരം അല്ല. ഹേലൻ, നീ ഇത് വിശ്വസിക്കരുത്. ആ പെണ്ണിന് അങ്ങനെ ഒരു മോഹം മനസ്സിൽ എന്നോട് തോന്നിയിരിക്കാം. പക്ഷെ ഞാൻ അവളെ കണ്ടിരിക്കുന്ന എന്റെ പെങ്ങടെ സ്ഥാനത്താണ്. യു ആർ എ ഫാന്റാസ്റ്റിക് ആക്ടർ. എന്റെ പപ്പയുടെ പണവും പ്രതാപവും കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ കടപ്പുറത്തെ പെണ്ണിന്റെ അടുത്തൊരു നാടകം അരങ്ങേറി. ഇപ്പൊ എന്റെ അടുത്തൊന്ന്, പെറ്റു വളർത്തിയ അമ്മയുടെ അടുത്ത് മറ്റൊരു നാടകം. യു ആർ എ ചീറ്റ്. പണത്തിന് വേണ്ടി എന്തും കാണിക്കാൻ മടിക്കാത്ത ഒരു വൃത്തികെട്ടവൻ. അതേടി, നീ പറഞ്ഞ അത്രയും നേരാ. പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല നിന്നെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. നിന്റെ അപ്പന്റെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. നാട്ടുകാരെ ചതിച്ചും കൊന്നും നിന്റെ അപ്പൻ ഉണ്ടാക്കിയ പണം കൊടുത്താലും നിന്നെ സ്വീകരിക്കാൻ മാനം മര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കിട്ടില്ല എന്ന് നിനക്ക് നിന്റെ അപ്പനും അറിയാതെ. അപ്പൊ ഞാനൊന്ന് വിരഞ്ഞൊടിച്ചു, നീ കൂടെ ഇറങ്ങി പോന്നു. നിന്റെ അപ്പന്റെ നിറതോക്കിന് മുന്നിൽ നൊഴിഞ്ഞു മാറിയ നിന്റെ കിടപ്പറയിൽ ഞാൻ വന്നത്. പിന്നെയോ നിന്റെ ഈ ഞാൻ പലരെയും പഴപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോയി ചകഞ്ഞു നിരത്തി എന്നെ വിചാരണ ചെയ്യാൻ വന്നാണ്ടല്ലോ. കൊന്ന് കടലെറിയും ഞാൻ. നിനക്കറിയാമല്ലോ, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ തന്റെ ഇടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സലോമിയും നീ എനിക്ക് പുല്ല. എനിക്ക് പണം ഉണ്ടാക്കാനും ചവിട്ടിക്കയറി പോകാനുമുള്ള പടികൾ. പിന്നെ ഈ മിന്നുമാല കഴുത്തി കുടുങ്ങിയെന്ന് കരുതി മൈക്കിളിനെ നിന്റെ വരുതിക്ക് നിർത്താമെന്ന് കരുതിയാൽ നീ ഒരു വാക്കും പൊളിയാ മതി, ഈ നിമിഷം ഞാൻ അവനെ പിടിച്ച് പുറത്താക്കും. അന്നേ ഞാൻ പറഞ്ഞതാ അവനൊരു ക്രിമിനലാണെന്ന്. ചേരിയിൽ നിന്ന് വന്നവനവൻ, അവൻ ആ സ്വഭാവം കാണിക്കും. മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ പപ്പ പറയുന്നേ. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തിന്? പപ്പയ്ക്കറിയോ, ഈ വീടിന്ന് പാപികളുടെ പറുദീസിയാ.
ചെയ്തു കൂട്ടിയ തെറ്റുകൾ പരസ്പരം അറിയാം. ആരും പരസ്പരം പറയാറില്ലെങ്കിലും പപ്പ അയാളുടെ അപ്പനോട് ചെയ്ത പാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കാനാണ് വിധിയെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചോളാം. പരസ്പരം പറയാതെ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഈ കളി നമുക്ക് തുടരാം. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ആ ഞാൻ പണ്ട് നിന്റെ സഹായം ചോദിച്ചപ്പോ നീ ഒരു ഫിലോസഫി എന്നെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ പരസ്പരം ഒഴിവാക്കാൻ പറ്റാത്ത ചില ബന്ധനങ്ങൾ ഉണ്ടാകണമെന്ന്. അത് തീർത്തും ശരിയാണെന്നിപ്പോ എനിക്ക് തോന്നുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ഒരു കസിൻ ബ്രദറിന്റെ മകനാണ് നമ്മുടെ ജോർജ്. ജോർജിനെ കൊണ്ട് നിന്റെ പെങ്ങൾ ജൂലിയെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അത് നടക്കില്ല. ശിവനും ജൂലിയും തമ്മിലുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന അപ്പനുള്ള കാലത്ത് കൊടുത്ത വാക്കാണ്. വാക്കിനൊക്കെ ഈ കാലത്ത് എന്തു വില? നീ പണ്ട സലോമിക്ക് വാക്കുകൊടുത്തതല്ലേ? വാക്കുകൊടുത്ത മാത്രമാണോ? അത് കള. നടക്കില്ല. അമ്മച്ചയും ജൂലിയും സമ്മതിക്കില്ല. രക്ഷിതാക്കളുടെ സമ്മതം എന്തിനാടോ? രക്ഷിതാവായ എന്റെ സമ്മതം വാങ്ങിയാണോ നീ എന്റെ മകളെ വിവാഹം കഴിച്ചത്? വിളിച്ചോണ്ടൊന്ന് വിവാഹം നടത്തണം. അതല്ലേ ഇപ്പോഴത്തെ നാട്ടു നടപ്പ്. നടക്കില്ല. നടക്കണം. ഏതു വഴിക്കായാലും ശരി, ഞാൻ ഈ പറഞ്ഞ വിവാഹം നടക്കണം. നീ നടത്തണം. ഇല്ലെങ്കിൽ നീയും ഹെലനും തമ്മിലുള്ള വിവാഹബന്ധം ഞാനങ്ങ് വേർപെടുത്തും. പിന്നെ നിന്റെ സ്ഥിതി എന്താണെന്ന് ഊഹിക്കാവല്ലോ. വഞ്ചിയും വലയെടുത്ത് ആ പഴയ തൊഴിലിന് ഇറങ്ങേണ്ടി വരും. ഇനി അതല്ല, ഞാൻ പറഞ്ഞതുപോലെ നടന്നാൽ പുതിയ ഫാക്ടറിയുടെ സൈനിങ് അതോറിറ്റി നിനക്കായിരിക്കും. എല്ലാ കളിയിലും നിങ്ങൾ മാത്രം ജയിച്ചാ പോരല്ലോ. കളിയാവുമ്പോ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. നീ ഒന്നോർത്തോ, ഇന്ന് നിന്റെ പിന്നിൽ വേലുഭായി ഇല്ല. പിന്നെ ആ സലോമിയെ പിഴപ്പിച്ചത് നീയെങ്ങാണമാണെന്ന് ശിവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. എന്തു വേണമെന്ന് വെച്ചാ നീ തീരുമാനിക്കും.